ഹോർമുസിലെ ഉപരോധ യുദ്ധവും പാളുകയാണ്, ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാറായെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ്. ജിംസ്, തോറ്റുകൊടുക്കുകയാണോ ട്രംപ്? തോറ്റുകൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ. സേഫ് തന്നെ പറ, ഇനി ട്രംപ് എന്ത് ചെയ്യും? അതായത് യുദ്ധം ചെയ്യാൻ പോയിട്ട് അവിടെ ഒന്നും നടക്കില്ല, റെജീം ചേഞ്ച് നടക്കില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. വെറുതെ പണം ചിലവാക്കി ഒരു യുദ്ധം നടത്താൻ, കുറേ ആൾക്കാരെ കൊല്ലാമെന്നല്ലാണ്ട് അവിടെ ഭരണം മാറ്റാൻ കഴിയില്ല. ഹോർമുസ് കടലിടുക്ക് മുമ്പ് തുറന്നു നിന്നാണ്, യുദ്ധം തുടങ്ങിയതിന് ശേഷം അടച്ചു. വീണ്ടും അത് തുറക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. അവിടെ പോയിട്ട് ഇപ്പോൾ ഉപരോധം നടത്തുന്നു. മൊത്തം ഒരുതരം അപഹാസ്യരായി മാറുന്നു. അമേരിക്ക അപഹാസ്യരായി വരുന്നൊരു കളിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചർച്ചയിൽ ഇപ്പോൾ അല്പം മുമ്പ് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞെന്താണ്, ഞങ്ങൾ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞങ്ങൾ യുദ്ധത്തിനല്ല നിൽക്കുന്നത്. പക്ഷേ ചർച്ച എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കലല്ല ഞങ്ങളുടെ ചർച്ച. ഞങ്ങളുടെ ഡിമാൻഡ് അമേരിക്ക അംഗീകരിക്കലാണ്. കാരണം അവർ ഇറാനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക, അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചു. ഒരു പരമോന്നത നേതാവിനെ വധിച്ച് അവരുമായി യുദ്ധം ചെയ്ത ഒരു രാജ്യത്തോട് അവർ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഡിമാൻഡ് ഇവർ കേൾക്കില്ല. ഇവർ ഡിമാൻഡ് അങ്ങോട്ട് വയ്ക്കും. ഇവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താണ്? ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡിമാൻഡ്. അമേരിക്കയ്ക്ക് അത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അത് അംഗീകരിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. അതായത് ഇറാൻ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ വരാണ്. ഇറാൻ പറഞ്ഞത് യുദ്ധം തുടങ്ങിയത് ഞങ്ങളല്ല, ഇത് അവസാനിപ്പിക്കുന്നതും ഞങ്ങളായിരിക്കും എന്ന് പറയുന്ന പോലെ അവരുടെ ടേബിളിലാണ് ഇപ്പോൾ പന്ത്. ജിമ്മി, ഉപരോധ യുദ്ധം പാളിയത് എങ്ങനെയാണ്? ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇതിനകത്ത് ട്രംപ് പറയുന്നു യുദ്ധം തീരാൻ പോകുന്നു. എന്നിട്ട് ഇപ്പോൾ എന്താ, ഇന്ന് രാവിലത്തെ കണക്കെന്താ, 10,000 സൈനികരെ കൂടി അമേരിക്ക ഗൾഫിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞില്ലയോ എന്നുള്ളത് ഇത് കാര്യമാക്കണ്ട എന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇയാൾ കഴിഞ്ഞ 30 ദിവസമായിട്ട് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഓരോരുത്തരും കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ ഇത് എവിടെ പോയി എത്തിയാണ്? ഒരു തരത്തിലും സെൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ വേറെന്തോ സെൻസുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ജൽപ്പനങ്ങളാണ്. ഇയാളുടെ മാനസിക നില പരിശോധിക്കണമെന്ന് അമേരിക്കയിലെ സൈക്കാട്രിക് അസോസിയേഷനിൽ ചില ആളുകൾ സംസാരിച്ചു തുടങ്ങി അമേരിക്കയിൽ നിന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് അപ്സെറ്റ്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞാൽ ചൈനീസ് പ്രീമിയറുമായ ഒരു ഉച്ചകോടിയുണ്ട് ട്രംപിന്. അവിടെ പോയി ട്രംപ് എന്ത് പറയും? ഇതെങ്ങനെ നടക്കും? ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ പ്രശ്നം ചൈന ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു. ചൈനീസ് കപ്പലുകൾ കാത്തു കിടക്കുകയാണ്. ചൈനീസ് കപ്പലുകൾ ഹോർമുസ് കടലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതുണ്ട്. തടഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യേണ്ടത് ഇറാനായിട്ടല്ല, ചൈനയുമായിട്ടാണ്. ചൈനയെ ഇടിക്കാൻ അമേരിക്ക ഒരല്പം ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ.